ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്ക്. എന്തുണ്ട് കൂട്ടുകാരി വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഹെയർ അക്സസറീസിൻ്റെ മേക്കിങ്ങും ബിസിനസ് പരിപാടികളും ഒന്നുമല്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് നല്ലതാണല്ലോ. നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ലല്ലോ, പക്ഷേ എനിക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ക്രാഫ്റ്റ് വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. നമ്മൾ അന്നുവിനും റയൂവിനും വേണ്ടിയിട്ട് പൗച്ചും അതുപോലെ തന്നെ അവൻ്റെ ബോക്സ് ഒന്ന് റീക്രിയേറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വീഡിയോസും കാണാൻ ഇഷ്ടമാണെന്നുള്ള കാര്യം. അപ്പോൾ ഇന്നൊരു പണി കിട്ടി എന്താണെന്ന് ചോദിച്ചാൽ, റൈഹുവിന് ടൈം ടേബിൾ മേക്കിയാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് റൂമിലേക്ക് വേണ്ടിയിട്ട് വലുതായിട്ടൊരു ടൈം ടേബിൾ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചാർട്ടിൽ ചെയ്ത് കൊടുത്തു. പെട്ടെന്ന് ചെയ്ത് കൊടുത്തായതുകൊണ്ട് തന്നെ തട്ടിക്കൂട്ട് പരിപാടിയിൽ ചെയ്ത് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അവന് കുറച്ച് ഫ്ലവേഴ്സും അല്ലെങ്കിൽ കുറച്ച് ക്യൂട്ടായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഒരുവിധം തട്ടിക്കൂട്ടി ഒരു ഇതാണ് ഉണ്ടാക്കി കൊടുത്തു വിട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ കുറച്ച് സാഡായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് വേണ്ടിയിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവം മേക്ക് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അന്നമ്മ വരച്ച പടമൊക്കെ ആയിട്ട് വന്ന് എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റിലുള്ള പടവും അതുപോലെ പെയിൻറ്റൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓൾറെഡി ഞാൻ പടമൊക്കെ വരച്ച് വെച്ചേക്കാണ് കേട്ടോ. ഫോൺ നോക്കിയിട്ട് അതൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്, പെൻസിൽ വെച്ച് വരച്ചു കേട്ടോ. എന്നിട്ട് ഞാനത് പേനയിലോട്ട് മാറ്റുകയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോയിൽ എനിക്കൊരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ചാൽ കണ്ട് മാത്രമേ പടം വരയ്ക്കാൻ അറിയത്തുള്ളൂ കേട്ടോ. എൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന പടം വരച്ചാൽ അതങ്ങോട്ട് ശരിയാവാറില്ല. അതുകൊണ്ട് കണ്ട് ഞാൻ ഏത് പടം തന്നാലും വരയ്ക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഫോൺ നോക്കിയിട്ട് പടമൊക്കെ ഒന്ന് ആദ്യമേ പെൻസിൽ വെച്ചിട്ട് വരച്ച് വെച്ചേക്കുവാണ്. എന്നിട്ട് നമുക്കതിനെ കളർ ചെയ്ത് പേനയൊക്കെ ഇട്ട് വരച്ച് അടിപൊളിയാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ടൈം ടേബിൾ ഞാൻ ആദ്യമായിട്ടാട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ച് ക്യൂട്ട്നെസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ക്യൂട്ട്നെസ്സിൻ്റെ കാലമാണല്ലോ, കുറച്ച് ഇതുപോലുള്ള പിക്കും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വരച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. എത്രത്തോളം ശരിയായി എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഫൈനൽ റിസൾട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. റൈഹാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പോസിറ്റിവിറ്റി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് വരച്ച് കളർ ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുത്തപ്പോൾ ഞാനും ഹാപ്പി, റൈഹാനും ഹാപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങളും പറയട്ടോ. പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇടാം കേട്ടോ. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുഞ്ഞുങ്ങൾക്കൊന്ന് ചെയ്ത് കൊടുത്തു നോക്കൂ കേട്ടോ. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ചെയ്തിട്ട് നമുക്ക് റൂമിൽ ഒട്ടിച്ച് വെക്കോ അല്ലെങ്കിൽ അവരുടെ നോട്ട്ബുക്കിൻ്റെ ബാക്കിൽ തന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ റൈഹുവിനും അന്നുവിനും ഒക്കെ ഡയറിയുടെ ബാക്കിലുണ്ട് കേട്ടോ ടൈം ടേബിളൊക്കെ. സാധാരണ അത് നോക്കി തന്നെയാണ് എടുക്കാറ്. ഇത്തവണ റൈഹു ഡയറിയിലോട്ട് എഴുതിയിട്ടില്ല, കാരണം ടൈം ടേബിൾ ഇനി ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ എഴുതിയിട്ടില്ല. എൻ്റെ ഫോണിൽ ഉള്ളത് നോക്കിയിട്ടാണ് രാവിലെ എന്നും ടൈം ടേബിൾ എടുക്കുക. അത് ഇച്ചിരി പാടാണ് കേട്ടോ, ബാക്കിലോട്ട് പോയിട്ട് മെസ്സേജൊക്കെ അങ്ങനെ എടുക്കണ്ടേ. അപ്പോൾ ഞാൻ അതും കൂടെ കൊണ്ടാണ് കേട്ടോ ഇതൊരെണ്ണം സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ വലിയ കഷ്ടപ്പാടില്ലല്ലോ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ബുക്കിൻ്റെ ബാക്കിലും വെച്ച് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് തരുമായിരുന്നു കേട്ടോ കുഞ്ഞിൽ. പിന്നെ നമ്മൾ തന്നെ വരച്ച് പൂവും കായും ഇലയും ഒക്കെ വരച്ച് അടിപൊളിയാക്കാറുണ്ടായിരുന്നു. പിന്നെ ചുവരിൽ എന്തായാലും ഒരെണ്ണം ചെയ്ത് വെക്കാറുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര എളുപ്പമല്ലേ, നമുക്ക് രാവിലെ എടുക്കാൻ ഭയങ്കര ഈസിയാണ്. ചുവരിൽ ഒരു സംഭവം നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഞാനൊന്ന് കളറും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൈമും അതുപോലെ ഡേയും ഒക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ലഞ്ച് ബ്രേക്കും, അത് ബ്രേക്ക് എഴുതണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കതെന്തോ അങ്ങോട്ട് എപ്പോഴും ഞാൻ വിട്ടു കേട്ടോ. സ്കൂളിൽ കൊടുത്തേച്ചതിലും ബ്രേക്ക് എഴുതാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാനൊക്കെ ടൈം ടേബിൾ എഴുതി പഠിച്ചതിൽ ആ സംഭവം ഉണ്ടായിരുന്നില്ലെന്നേ. അതെൻ്റെ തെറ്റല്ല. നമ്മളങ്ങനെ ബ്രേക്ക് ടൈമും കാര്യങ്ങളൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ ഇതും അങ്ങ് സെറ്റ് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. സംഭവം ക്യൂട്ടായിട്ടില്ലേ? നിങ്ങൾ പറയൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന്. ഇത് കാണുമ്പോൾ ഉറപ്പായിട്ടും അന്നമ്മയും വരും, എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അടുത്തതുമായിട്ട് വരേണ്ടി വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്